കിഷ്കിന്ധാകാന്ഡത്തിലെ സീതാന്വേഷണോദ്യോഗം മുതൽ അംഗദാദികളുടെ സംശയം വരെയാണ് രാമായണ പാരായണം 18-ാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ. വാനരരാജാവായ സുഗ്രീവൻ തൻ്റെ വാനര സൈന്യത്തിൻ്റെ വീര്യവും അർപ്പണബോധവും രാമന് ഉറപ്പു നൽകുന്നു. എല്ലാ ദിശകളിലും സീതയെ തിരയാൻ തയ്യാറാണെന്ന് പറയുന്നു. അഹങ്കാരികളായ രാക്ഷസന്മാരെ പരാജയപ്പെടുത്താൻ കഴിവുള്ള കുരങ്ങുകളുടെ ശക്തിയും വൈവിധ്യവും അദ്ദേഹം ഊന്നിപ്പറയുന്നു. സുഗ്രീവൻ്റെ ഭക്തിയിൽ ആകൃഷ്ടനായ രാമൻ വാനരന്മാരെ, പ്രത്യേകിച്ച് ഹനുമാനെ സീതയെ കണ്ടെത്താനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നു. സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂട്ടായ പ്രയത്നത്തിൻ്റെയും ശക്തി ഇവിടെ പ്രകടമാകുന്നു. വെള്ളം തേടി നടന്ന ഹനുമാനും വാനരന്മാരും യോഗിനിയായ സ്വയംപ്രഭയെ ഒരു മാന്ത്രി ഗുഹയിൽ കണ്ടുമുട്ടുന്നു. തങ്ങളുടെ ദൗത്യം സ്വയംപ്രഭയോട് വാനര സംഘം വിവരിക്കുന്നു. അവരുടെ കഥ കേട്ട ശേഷം സ്വയംപ്രഭ അവരെ ആതിഥ്യ മര്യാദയോടെ സ്വാഗതം ചെയ്യുകയും അവർക്ക് കഴിക്കാൻ പഴങ്ങളും കുടിക്കാൻ വെള്ളവും നൽകുന്നു. തൻ്റെ കഥ വാനര സംഘവുമായി സ്വയംപ്രഭ പങ്കുവയ്ക്കുന്നു. പിന്നീട് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ ആശംസിക്കുകയും ചെയ്യുന്നു. സ്വയംപ്രഭയുടെ വാനരന്മാരോടുള്ള ഈ സഹകരണവും പ്രോത്സാഹനവും സഹായവുമെല്ലാം ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള മാർഗമധ്യേ ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നു. രാമനെ കാണാൻ സ്വയംപ്രഭ ഗുഹയിൽ നിന്ന് പുറപ്പെടുന്നു. പ്രാർത്ഥനകൾ അർപ്പിക്കുകയും രാമനെ കണ്ടതിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. രാമൻ്റെ ദൈവിക ഭാവം അംഗീകരിക്കുകയും തൻ്റെ രാമഭക്തി തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആത്മാർത്ഥമായ ഭക്തിയുടെ ശക്തിയും ആത്മീയ പൂർത്തീകരണത്തിൻ്റെ സന്തോഷവും ഉൾക്കൊണ്ട് രാമൻ സ്വയംപ്രഭയുടെ ആഗ്രഹം നിറവേറ്റുന്നു. തങ്ങളുടെ ദൗത്യം പരാജയപ്പെടുമോ എന്ന സംശയത്തിൽ അംഗദനും വാനര ശ്രേഷ്ഠനും ഭയപ്പെടുന്നു. തങ്ങളിൽ അർപ്പിതമായ ദൈവിക ദൗത്യത്തെക്കുറിച്ചും രാമൻ്റെ വാത്സല്യത്തെക്കുറിച്ചും ഹനുമാൻ വാനര സംഘത്തോട് പറയുന്നു. തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് സംഘത്തെ ഓർമ്മിപ്പിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ സീതാന്വേഷണം തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരാളുടെ ലക്ഷ്യം തിരിച്ചറിയുന്നതിൽ നിന്നുണ്ടാകുന്ന ശക്തിയെക്കുറിച്ചുമാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്.